ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്താണെന്നറിയോ? അത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ എനിക്ക് കുറച്ച് പേരോടേക്ക് പറയാനുള്ളത്, ചിലപ്പോൾ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുകയോ ചിലപ്പോൾ ചിലത് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലർ ചെയ്യുന്നില്ലായിരിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലർ ഈ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മെസ്സേജുകൾ കിട്ടണം. എവിടെയാണ് വീട്? ഞാൻ സ്വതവേ പറയുന്നുണ്ട് എൻ്റെ വീട്. അത് ആദ്യമേ നമ്മൾ പറയുന്നുണ്ട് കുറേ വീഡിയോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട് ആലപ്പുഴയാണ്, കാവാലത്തിനടുത്ത് പൈറ്റുപാക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വീട്ടിൽ ചേട്ടനും 4 മക്കളും ഉണ്ട്. വളരെ കുഴപ്പമില്ലാത്തൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ ഞാൻ കുറേ കാര്യങ്ങളിലും കുറേ വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഇത് മെസ്സേജ് കാണാത്തവരാണോ വന്ന് ചോദിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എങ്കിലും ഇവർ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ മാന്യമായിട്ട് അവരോട് ഇങ്ങനെ മെസ്സേജ് കൊടുക്കും. ആലപ്പുഴയാണ്, മെസ്സേജുകൾ മാത്രം. ആലപ്പുഴയാണ്, വീട്ടിൽ 4 മക്കൾ, ചേട്ടൻ, കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നു, ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യമാണ്, നിങ്ങളെന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ കഴിച്ചോ, കുടിച്ചോ, ഉറങ്ങിയോ? ഭയങ്കര അന്വേഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ചേട്ടന്മാരോട്, ചേച്ചിമാരെന്തായാലും അങ്ങനെ വരാറില്ല, ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇങ്ങനത്തെ ഈ എന്താ പറയുക, കഴിച്ചോ കുടിച്ചോ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. അത് എൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയായിരിക്കാം. കാരണം സ്വാഭാവികമായിട്ടൊരു മനുഷ്യനറിയാം, കാലത്ത് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ ഒരു ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ അവനവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ജോലിക്ക് പോകണം. ഇതൊക്കെ സ്വതവേ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യവുമാണ്. പക്ഷെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ച് പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനെ കുറച്ച് പേരെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ബ്ലോക്കാക്കിക്കൊണ്ടിരിക്കുക. ആ ബ്ലോക്ക് ആക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സമയമില്ലാത്ത സമയത്താണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫോൺ മുഴുവൻ ഇങ്ങനെ മെസ്സേജുകൾ എടുക്കുമ്പോൾ എനിക്കതോ എന്തോ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറുപടി പറയാൻ പറ്റും. ഈ എന്താ പറയുക, കൊച്ചു പിള്ളേരോട് ചോറുണ്ടോ, കാപ്പി കുടിച്ചോ, കളിക്കാൻ പോയോ, അല്ലെങ്കിൽ കുളിക്കാൻ പോയോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ചോദ്യങ്ങൾ. അത് ഒരു സ്നേഹത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മളെ അറിയുന്നതിൻ്റെ പേരിലോ ചോദിക്കുന്നതല്ല. അതൊരു നേരം പോക്കിന് വേണ്ടി കുറച്ച് പേര് മാറിയിരിക്കുന്നുണ്ട്, അവരാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോട് സ്നേഹത്തോടു കൂടി പറയാണ്, എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ മാന്യമായിട്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്, അതിനുള്ള മറുപടികളും തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാലത്ത് ഫുഡ് കഴിച്ചോ, ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിച്ചോ, വൈകുന്നേരം ആകുമ്പോൾ ഫുഡ് കഴിച്ചോ, നമ്മൾ തമ്മിൽ ആരും കാണുന്നില്ല. ഈ ഫോൺ വഴിയുള്ള സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആരും, അതായത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഉള്ള ആൾക്കാരുടെ എല്ലാവരും ഇതേപോലെ മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ റീൽസോ ഒക്കെ ഇടുന്ന എല്ലാവരും ഇതുപോലെ തന്നെയൊക്കെയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ അവരോട് പറയുകയാണെങ്കിൽ മെസ്സേജിന് താല്പര്യമില്ല എന്നുള്ളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ തിരിച്ച് ബ്ലോക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അടുത്ത മെസ്സേജ് വരും. നിങ്ങളെന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മളെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം താല്പര്യമുള്ളവർ മാത്രം, എൻ്റെ കാര്യമാണ്, എൻ്റെ പേഴ്സണലി കാര്യം പറയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്തിട്ട് മാറാം, എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇതിൽ നിന്ന് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറൊരു കാരണവശാലൊന്നും ഞാൻ പൈസയൊന്നും ആരുടെയും നിന്നും വാങ്ങണില്ല. അത് യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഒരു എന്താ പറയുക, മീഡിയയിൽ നിന്നും ഞാൻ ആരുടെയും നിന്നും പൈസ വാങ്ങുന്നില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കുറച്ച് മോട്ടിവേഷനോ കുറച്ച് റീൽസോ കുറച്ച് പാട്ടോ എന്തൊക്കെയോ ഞാനിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അതെൻ്റെ മനസ്സിന് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യണതാണ്. അത് നിങ്ങൾക്കിഷ്ടമല്ലേ, വേണ്ട, നിങ്ങൾ റിജക്റ്റ് ചെയ്യണം, അത്രയും ഞാൻ പറയത്തുള്ളൂ. അതല്ലാണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കുറേ മെസ്സേജുകൾ. ഒരു പുള്ളി ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിയുടെ പേരൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, ഞാനത് ബ്ലോക്ക് ചെയ്തു. ഞാൻ ശരിക്കുള്ള മറുപടി കൊടുത്തിട്ട് തന്നെ ബ്ലോക്ക് ചെയ്തത്. ഒരു ദിവസം ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ അറിയാം, നീ രാത്രികളിരുന്ന് ആർക്കൊക്കെ മെസ്സേജ് അയക്കണമെന്നറിയാം, പിന്നെ എന്താ, ഞാൻ നിൻ്റെ ഒരു ദിവസം നിൻ്റെ മെസ്സേജുകളൊക്കെ ആയിട്ട് നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വരും, ആ മെസ്സേജുകളൊക്കെ ഞാൻ ഭർത്താവിനെ കാണിക്കും. ഞാൻ ഈ പറയുന്ന വ്യക്തിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് തലയ്ക്കാണ് ജീവിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല.
ഒരാൾക്കും ദോഷമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ ഞാൻ ഇടുന്നില്ലെന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ അതിഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റാത്തവരാണ് ഈ കിടന്നിങ്ങനെ ആക്രോശിച്ചുകൊണ്ട്, അത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഒരുവിധം എല്ലാ പ്രോഗ്രാം ഇടുന്ന എല്ലാവർക്കും, ഗേൾസിനായാലും ബോയ്സിനായാലും വരുന്ന ഒരു സംഭവം തന്നെയാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ കുറേ എന്താ പറയുക, ചെറിയ ചെറിയ കുറേ പിള്ളേർ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം വഴിയും അതുപോലെ യൂട്യൂബ് വഴിയൊക്കെ ഈ ഇതുപോലുള്ള കുറേ ആഭാസന്മാരെന്ന് തന്നെ ഞാൻ പറയും, അവന്മാർ വന്നിരുന്ന് കുറേ മെസ്സേജുകൾ ഇടുമ്പോൾ ഈ ഒരുവിധം യുവതലമുറയിലുള്ള കുറേ പിള്ളേരൊക്കെ പേടിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തിരിച്ച് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. ആ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇവന്മാരത് മുതലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ദയവ് ചെയ്ത് എന്നെ കാണുന്നവരോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിന്, എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോഗ്രാം ഇടുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കണ്ടാൽ മതി, അത്രേ ഞാൻ പറയത്തുള്ളൂ. ഇത് അഹങ്കാരമായിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിത് എൻ്റെ പേഴ്സണലി കാര്യമാണ് പറയണത്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് കാരണം ഒന്നാമത് നമുക്ക് നമ്മുടെ വീട്ടിൽ ജോലികളുണ്ട്, പുറത്ത് ജോലികളുണ്ട്, ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം നേരെ ഇപ്പോൾ ഈ മെസ്സേജുകൾക്കൊക്കെ മറുപടി തരാനായിട്ട് ഒരാൾ വന്ന് ഫുഡ് കഴിച്ചോ എന്ന് പറയുമ്പോൾ ആ കഴിച്ചു, ഇന്നലെ ഉറങ്ങിയില്ല എന്നുള്ള മെസ്സേജ് തരാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഇത് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കാം. താങ്ക് യു.